ഗുഡ് മോർണിംഗ്. എന്തെല്ലാം എല്ലാവരും വിശേഷങ്ങൾ? സുഖാണോ? ഞാനിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ അത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആവുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ടൈം 8:30 മണിയാണ് കേട്ടോ. ഇപ്പോൾ അനീസെല്ലാം ഡ്യൂട്ടിക്ക് പോയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. റൂമിൽ നിന്നാണ് ഞാൻ ആദ്യം എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം റൂമിലെ ബെഡ്ഷീറ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നമ്മൾ ആ റൂം പിന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടും. ഞാൻ ഇത് ബ്ലാങ്കറ്റ് ഒന്ന് റെഡിയാക്കുകയാണേ. ഇപ്പോൾ യു എയിൽ നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ എണീക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. എന്തായാലും നമുക്ക് എണീച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് എണീക്കും. നിങ്ങൾ ഈ പോത്തുകൾ മിക്കി മൗസിൻ്റെ ബെഡ്ഷീറ്റിലാണ് കിടക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഈ തലയാണി ഞാൻ എത്ര കളിച്ചാലും മര്യാദയ്ക്ക് നിൽക്കില്ല കേട്ടോ. എന്നെപ്പോലത്തെ കളിയാണ്. കാരണം ഞാനുള്ള ഒരു സ്ഥലത്ത് നിൽക്കാൻ നേരെ നിൽക്കില്ല. കുറേ ഊരമൽ കൈ വെക്കും, കുറേ ചെരിഞ്ഞ് വെക്കും. അതുപോലത്തെ കളിയാണ് ഈ ഒരു തലയാണിയും കളിക്കുന്നത്. എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം അതാ ഓർമ്മ വരുന്നത്. അപ്പോൾ തലയാണീനെ എങ്ങനെയെല്ലാം നിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം ഈ ഒരു പണി ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പെർഫ്യൂം എടുത്തിട്ട് നല്ലോണം ബെഡ്ഷീറ്റിലങ്ങ് പൂശും. അപ്പോൾ അതോടെ ബെഡ് നല്ലോണം ക്ലീനായി. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റീമർ. എന്നെപ്പോലെ മടിയന്മാർക്ക് നല്ലതാണ് അയൺ സ്റ്റീം. കാരണം വേഗം 2 മിനിറ്റ് കൊണ്ട് അയൺ ചെയ്തിട്ട് കഴിയുകയും ചെയ്യും. വലിയ പണിയില്ല മറ്റേതുപോലത്തെ ഒന്നും. ഇനി ഞാനിതാ ഇന്ന് സോഫ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു സാധനം ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ലിവിങ് റൂമിലെ സോഫ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ സാധനം ഉണ്ടാവാൻ ഈ ഒരു സോഫയിലാണ്. അപ്പം ഇന്നൊന്നുമില്ല അങ്ങനെ. അപ്പം അത് വേഗം നീറ്റാക്കി വെച്ചു. ഞാൻ നേരെ പോകുന്നത് ലിവിങ് റൂമിലേക്കാണ് കേട്ടോ. പിന്നെ റൂമെല്ലാം അടിച്ചു വാരലെല്ലാം ലാസ്റ്റ് എല്ലാം സ്ഥലത്തും ക്ലീനാക്കിയ ശേഷം മാത്രമേ ഒരുമിച്ച് അടിച്ചു വാരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ലിവിങ് റൂമിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടേനു. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് കൊണ്ടുപോവാണേ. ശരിക്കും പറഞ്ഞാൽ കിച്ചണിലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ടേബിൾ വെക്കുന്ന ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഓരോ സാധനം നമ്മളിങ്ങനെ എടുക്കണ്ടേ. കറീൻ്റെ പാത്രം എടുക്കണം, പ്ലേറ്റ് എടുക്കണം, പ്ലേറ്റ് എന്തായാലും എടുക്കണം, പിന്നെ നാസ്തേൻ്റെത് എടുക്കണം. ഇതാണ് കിച്ചണിലാണെങ്കിൽ എല്ലായിടും തന്നെ എടുത്തിട്ട് കഴിച്ചാൽ മതിയല്ലോ. ഇതിവിടെ എടുത്ത് വെക്കണം, ഇവിടെ നിന്ന് അവിടെ വെക്കണം. അതന്നെ 2 ആൾക്കാരാണെങ്കിലും പാത്രങ്ങൾ ഇഷ്ടം പോലെ ടേബിൾ മേലുണ്ടാവും. ഞാൻ നേരെ കർട്ടൻ നീക്കുകയാണേ. കർട്ടൻ നീക്കുമ്പോൾ നല്ല വെളിച്ചം കിട്ടും കേട്ടോ റൂം മൊത്തം. അപ്പോൾ ഇതാ കർട്ടൻ നീക്കി. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞിട്ടുള്ളൂ ലിവിങ് റൂമിൽ സോഫയിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും എന്നുള്ളത്. ഇന്നലെ ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു ഈവനിങ്ങിലെ റൊട്ടീന്. അതിൽ ഈ സോഫയിലുള്ള എല്ലാ സാധനങ്ങളും വൈകുന്നേരം ഞാൻ നീക്കം ചെയ്താൽ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതെല്ലാം അവിടെ ഇവിടെയും കിടക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടെ കുറച്ച് പണിയെങ്കിലും ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു പണിയും ഇല്ല, അത് വേറൊരു സത്യം. അപ്പോൾ ഇതാ ഞാൻ വേഗം ഇവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടേ. പിന്നെ ഞാൻ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. കിച്ചണിൽ കുറച്ച് നേരത്തെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചാൽ ബർഗറാണ് ഉണ്ടാക്കിയത്. പിന്നെ ലഞ്ചും ബർഗർ തന്നെയാണ് കൊടുത്തു വിട്ടെ. ഇനി അതുകൊണ്ട് ഉച്ചക്ക് എനിക്കായിട്ട് ഒരാൾക്കായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പണി ഒന്നുമില്ല. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കൽ അത് അന്നേരമല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ടേ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ ആൾക്കാർക്കും പാത്രം കഴുകാൻ വലിയ ഇഷ്ടമില്ലാത്തത് അല്ലേ. ശരിക്കും അന്നേരം പണി ഓരോന്ന് ചെയ്യുമ്പം പാത്രം വരുമ്പം നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ആ പണി കഴിയും. എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമില്ലാത്ത സമയം, ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത സമയം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചാലുള്ള സമയം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പാത്രം കഴുകുന്ന ഇഷ്ടമില്ല. കാരണം വെച്ചാൽ ഒന്ന് ഫുഡ് കഴിച്ചാൽ എനിക്ക് വേഗം ഒന്നെങ്കിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യണം. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച പാട് വേഗം ഓടും. കൈ ഫസ്റ്റ് ഞാൻ തന്നെ കൈയിട്ട് ഞാൻ അടിക്കും. കാരണം ഞാൻ വിചാരിക്കും അനീസ് കഴുകുമായിരിക്കും. പക്ഷെ അനീസിൻ്റെ ബാക്കി അനീസ് അതോ അവിടെ തന്നെ ടേബിൾ മേൽ വെക്കും. പിന്നെ മനസ്സിലായി എന്തായാലും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന്. അനീസിനാണെങ്കിൽ
തിന്നാൽ എന്നെക്കാളും രണ്ടിരട്ടി ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ആ ഭാഗത്ത് പോവില്ല. കഴുകിയ പാത്രങ്ങൾ ഞാൻ നേരം തുടച്ചിട്ട് അതിൻ്റേതായ സ്ഥലത്തേക്ക് മാറ്റുവേ. ഒന്നാമത് കഴുകിയത് ഉണക്കാനുള്ള സ്ഥലമില്ല. രണ്ടാമതെന്ന് വെച്ചാൽ അത് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്ത് വെക്കണ്ട. അതിനേക്കാളും നല്ല നേരം അത് അതിൻ്റേതായ സ്ഥലത്ത് വെച്ചാൽ ആ പണി കഴിയുകയും ചെയ്യും, കിച്ചൺ കാണാൻ നല്ല വൃത്തിയുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരം ചെയ്യും. കിച്ചണിൽ സിങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കിച്ചണ് കാണുമ്പോൾ വലിയ സമാധാനം. പിന്നെ നമുക്ക് ആ കിച്ചണിലേക്ക് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു കിച്ചണ് ഫുൾ നീറ്റായിരിക്കുമല്ലോ, പാത്രമൊന്നും ഇല്ലാണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ നല്ലോണം ഫുഡ് ഇവിടെ നിന്നിട്ട് തന്നെ കഴിച്ച് പോയിട്ട് കുറച്ചൊന്ന് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എണീക്കുന്നത് 1 മണി, 12:30 1 മണിക്കാണ്. അതിന് ശേഷമാണ് ഞാൻ അടിച്ചു വാരിയതും ബാക്കി പണിക്ക് നിന്നതും. സമയം ഇപ്പം തന്നെ എത്രയോ 9 മണി 9:30 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. തിന്നതും കിടന്നതും പിന്നെ എണീക്കുമ്പോഴാണ് സമയം ഞാൻ അറിയുന്നത്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇനിയിപ്പം എണീച്ചിട്ടാണ് ഞാൻ അടിച്ചു വാരുന്ന 1 മണിക്ക്. അപ്പം ഞാൻ വേഗം അടിച്ചു വാരട്ടെ. പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു പണിയുമില്ല. പിന്നെ എനിക്ക് വൈകുന്നേരം മാത്രമേ പണിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് അലക്കിയതൊന്ന് ആറിടാൻ കൊണ്ടുപോകണം പുറത്ത്. പിന്നെ വേറൊരു പണിയുമില്ല. പിന്നെ ഇനി വൈകുന്നേരം അടിച്ചു വാരാൻ കൂടുതലുണ്ടാവാൻ എൻ്റെ മുടി തന്നെയാണ്. എന്താണെന്നറിയില്ല, എന്ത് വെളിച്ചെണ്ണ തേച്ചിട്ടും എന്താ പറയുക, ഷാമ്പു തേച്ചിട്ടും ഒരു വ്യത്യാസമില്ല. മുടി ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാവാൻ, നിലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എൻ്റെ മുടിയാണ്. തല ജസ്റ്റ് എന്താ പറയുക, നമ്മളെ ഹെയർ ക്ലിപ്പ് അയക്കുമ്പോൾ തന്നെ അത്രക്കും ഹെയർ കയ്യിലുണ്ടാവും, അതുപോലെ അത് താഴേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് മുടീൻ്റെ അവസ്ഥ. ഇന്ന് തുടക്കമൊന്നും ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് അടിച്ചു വരേ വേണ്ടുള്ളൂ. കാരണം 2 ദിവസം മുന്നേ തുടച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.